നമസ്കാരം, ഞാൻ ബിജീഷ് ഉള്ളൂർ. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി വരും ദിവസങ്ങളിൽ വരും ആഴ്ചകളിൽ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് ഏതാണ്, റൈറ്റ് റെസിസ്റ്റൻസ് ഏതാണ്, എങ്ങനെ മാനേജ് ചെയ്താലാണ് നമുക്ക് എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ നിഫ്റ്റിയുടെ ഒരു സിറ്റുവേഷൻ നോക്കാം. കറണ്ട് ഒരു സിറ്റുവേഷൻ നോക്കുന്നതിന് മുൻപ് തന്നെയായിട്ട് കഴിഞ്ഞ ആഴ്ചകളിലെ സിറ്റുവേഷനായിട്ട് കഴിഞ്ഞ ആഴ്ചകളിൽ നൽകിയിരിക്കുന്ന വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് തുടങ്ങുന്നതാണ് ഏറ്റവും ബെറ്റർ. വളരെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ സൂചിപ്പിച്ചിരുന്നു നിഫ്റ്റിയിലെ റിവേഴ്സൽ ഏരിയ ഈ ഒരു ലെവലാണെന്ന് നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഹയർ ലെവലിൽ നിന്നുള്ളൊരു റിവേഴ്സൽ ഏരിയ ഈ ഒരു ഏരിയ ആണ്. ബാങ്ക് നിഫ്റ്റി നമ്മൾ സൂചിപ്പിച്ചിരുന്നത് റിവേഴ്സൽ ഏരിയ ഇതിൻ്റെ ഒരു താഴെ നിന്നാൽ ബാങ്ക് നിഫ്റ്റി റിവേഴ്സ് ആകും, ട്രെൻഡ് റിവേഴ്സ് ആകും. അതുപോലെ തന്നെ ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷനും നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോസിൽ പറഞ്ഞത് ഇതിൻ്റെ ഒരു താഴെ നിന്നാൽ ഫിൻ നിഫ്റ്റിയും റിവേഴ്സലാകും. നമ്മളെപ്പോഴും എക്സാക്റ്റ് ആയിട്ടുള്ള ആ ഒരു റിവേഴ്സൽ പോയിന്റുകൾ നമ്മൾ നൽകാറുണ്ട്. മാർക്കറ്റിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് റൈറ്റ് സപ്പോർട്ട്, റൈറ്റ് റിവേഴ്സൽ പോയിന്റ് മാർക്കറ്റിൽ എൻട്രി എടുക്കുന്നതിനെക്കാട്ടി മുൻപ് തന്നെയായിട്ട് എപ്പോഴും ആ ഒരു റിവേഴ്സൽ പോയിന്റ് ആണ് എക്സാക്റ്റ് ആയിട്ട് വേണ്ടത്. ലോങ് ടൈം റിവേഴ്സലും ഹയർ ലെവലിൽ നിന്നുള്ള റിവേഴ്സലും. ലോങ് ടൈം റിവേഴ്സൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നത് 25,800 ലോങ് ടൈം ട്രെൻഡ് റിവേഴ്സൽ ഏരിയ 25800. മുകളിലുള്ള, അതായത് 26,010 മുകളിലുള്ള ഒരു ബൈര സ്റ്റോപ്പ് ലോസ് 26,000 തൊട്ട് താഴെയാണ്. 26,975 മാത്രമല്ല ഇതിന്റെ ഒരു താഴെ നിലനിർത്തി കഴിഞ്ഞാൽ ഹയർ ലെവലിൽ നിന്നുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. മാത്രമല്ല 25,800 താഴെ ക്ലോസിംഗ് ലെവൽ നിലനിർത്തി കഴിഞ്ഞാൽ ലോങ് ടൈം ട്രെൻഡ് റിവേഴ്സലാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോസ് സൂചിപ്പിച്ച എപ്പോഴും വീഡിയോ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് അറിയില്ല, ഏത് വീഡിയോ പറഞ്ഞാലും അതിൽ ട്രെൻഡ് റിവേഴ്സൽ ഏരിയ നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. ലോങ് ടൈം ട്രെൻഡ് റിവേഴ്സലും ഷോർട്ട് ടൈം ട്രെൻഡ് റിവേഴ്സൽ ആയിട്ടുള്ള ഏരിയകൾ നമ്മൾ മെയിനായിട്ട് അതിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകുക. ബൈയുടെ ഒരു സെന്റിമെന്റിലായാലും നിലനിർത്തേണ്ട സപ്പോർട്ട് 25,800. അപ്പൊ അതിന്റെ ഒരു താഴെ നിലനിർത്തി കഴിഞ്ഞാൽ നിഫ്റ്റിയിലായാലും അടുത്തൊരു ടാർഗറ്റ് 25,100, അതേപോലെ തന്നെ 24,800. ഈ രണ്ട് ടാർഗറ്റ് ലെവലിലേക്ക് നിഫ്റ്റി എത്താനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നിഫ്റ്റിയിലായാലും ഇനി കറണ്ട് ഒരു സിറ്റുവേഷൻ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നതിനെക്കാട്ടി മുൻപതിനായിട്ട് കറണ്ട് ഒരു സിറ്റുവേഷൻ എപ്പോഴും ശ്രദ്ധിക്കാം. എത്ര വലിയൊരു മൊമെന്റം മുകളിലേക്ക് പോയാലും നമ്മളെ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്, എപ്പോഴും ട്രെൻഡ് റിവേഴ്സൽ ഏരിയയ്ക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് നൽകുന്നത് എന്തുകൊണ്ടാണെങ്കിൽ ഈ ഒരു മൊമെന്റ് ശ്രദ്ധിക്കാം. ഈ ഒരു മൂവ്മെന്റ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 12 ദിവസം എടുത്തിട്ടുള്ള ഒരു മൊമെന്റ് ആണ്. 12 ദിവസം കൊണ്ടാണ് നിഫ്റ്റി ഒരു ലെവലിലേക്ക് എത്തിയിരുന്നത്. പക്ഷെ വെറും 4 ഡേയ്സ് കൊണ്ട് തന്നെ ആ ഒരു മൊമെന്റം വൈപ്പ് ഔട്ട് ചെയ്യാനായിട്ട് മാർക്കറ്റ് റിവേഴ്സ് ആയതിനു ശേഷം സാധിച്ചു. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴും റിവേഴ്സൽ ഏരിയ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മാർക്കറ്റ് എത്ര കയറിയാലും വളരെ ഈസി ആയിട്ട് അത് താഴത്തേക്ക് വരാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ട്രെൻഡ് റിവേഴ്സൽ ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോസിലും ട്രെൻഡ് റിവേഴ്സൽ ഏരിയ അപ്ഡേറ്റ് ചെയ്യാതെ വീഡിയോ നൽകാറില്ല. വീഡിയോ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. അപ്പോൾ ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ടത് വരും ദിവസങ്ങളിൽ മാർക്കറ്റിന്റെ ഈ ഒരു ട്രെൻഡ് എന്താണ്. മാർക്കറ്റിന് നിലനിർത്താനായിട്ടുള്ള ഒരു കുറച്ച് നല്ലൊരു സപ്പോർട്ട് വരുന്നത് 24,800 അടുത്താണ്. 800 അടുത്തേക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 800 അടുത്ത് നിന്നായിരിക്കണം, ഈ ഒരു ലെവലിൽ നിന്നായിരിക്കണം അടുത്തൊരു ബൗൺസിനുള്ള ഒരു സാധ്യത വരണമെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് ക്ലോസിംഗ് ലെവല് നിലനിർത്തണം. ക്ലോസിംഗ് ലെവല് നിലനിർത്തിയാലാണ് നമുക്ക് ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ 800 താഴെ നിലനിർത്തി കഴിഞ്ഞാൽ ഷോർട്ട് സെൽ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി അല്ല, എപ്പോഴും ഷോർട്ട് സെൽ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എപ്പോഴും ട്രെൻഡ് റിവേഴ്സൽ ഏരിയ ആണ്. എപ്പോഴും ആ ഒരു സ്റ്റോപ്പ് ലോസ് എവിടെയാണ് റൈറ്റ് സ്റ്റോപ്പ് ലോസ് 25,800 ഇനി സ്റ്റോപ്പ് ലോസ്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് വളരെ ഹൈ ആണ്. എപ്പോഴും ഷോർട്ട് സെൽ ഓപ്പർച്യൂണിറ്റി ഈ ഒരു ലെവലിൽ നിന്നാണ്. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ബൈയുടെ ഓപ്പർച്യൂണിറ്റി പറഞ്ഞപ്പോഴും 26,010 മുകളിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ 25,975 സ്റ്റോപ്പ് ലോസ്. ആ ഒരു സ്റ്റോപ്പ് ലോസിന്റെ താഴെ നിലനിർത്തിയ മാർക്കറ്റ് റിവേഴ്സലാവും. അപ്പൊ അതേപോലെ തന്നെ ഈ ഒരു ലെവലിൽ നിന്ന് ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യണമെങ്കിലും അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യണം. ഒരു ദിവസം 1-2 ദിവസം ഇവിടെ ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്തതിന് ശേഷം ബൈയുടെ ഓപ്പർച്യൂണിറ്റി കിട്ടിയാലാണ് ഈ ഒരു ലെവലിൽ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി ഇതിന്റെ താഴത്തേക്ക് ഒരു ഫ്രീ ഫാൾ എന്ന് പറയുന്ന രീതിയിൽ പറയാൻ പറ്റില്ല, പക്ഷെ
വീക്ക്നെസ് ആണ്, മാർക്കറ്റിന്റെ ട്രെൻഡ് വീക്ക്നെസ് ആണ്. പക്ഷെ ഫ്രഷ് ആയിട്ടുള്ള ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നല്ല, ഇൻട്രാഡേയിൽ യൂട്ടിലൈസ് ചെയ്യാം. ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം, ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ ഈ ഒരു ലെവൽ കുറച്ച് ഇമ്പോർട്ടന്റ് ലെവലാണ്. ഇവിടെ ഹോൾഡ് ചെയ്ത് 1-2 ദിവസം ഹോൾഡ് ചെയ്ത് ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻസ് വരെയുള്ള മൊമെന്റം കിട്ടും. പക്ഷെ ഈ ഒരു ലെവലും കൂടി നിലനിർത്തുന്നില്ലെങ്കിൽ കുറച്ചൊരു കൂടുതൽ പാനിക് സിറ്റുവേഷനിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത്. ഇതാണ് നിഫ്റ്റിയിലായാലും കറന്റ് ഒരു സിറ്റുവേഷൻ വരുന്നത്. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലായാലും കറന്റ് ഒരു സിറ്റുവേഷൻ. എപ്പോഴും ആ ഒരു റിവേഴ്സൽ ഏരിയ എപ്പോഴും ശ്രദ്ധിക്കുക. എപ്പോഴും റൈറ്റ് റിവേഴ്സൽ ഏരിയ കിട്ടിയാലാണ് റൈറ്റ് സ്റ്റോപ്പ് ലോസ് കിട്ടുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ അടുത്തൊരു ബൈ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ 50,400 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ്. ഇനി ബൗൺസ് ചെയ്യുന്നുണ്ടെങ്കിൽ 50,400 അടുത്തുള്ള ഒരു ബൗൺസ്, ഈ ഒരു സപ്പോർട്ടിന്റെ അടുത്തുള്ള ഒരു ബൈർ ഓപ്പർച്യൂണിറ്റി, ഇതാണ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. പക്ഷെ ഇതിന്റെ താഴത്തേക്ക് നിലനിന്നാൽ കൂടുതൽ വീക്ക്നെസ് ആണ് ബാങ്ക് നിഫ്റ്റി. അതേപോലെ തന്നെ ഫിൻ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും, ഫിൻ നിഫ്റ്റി ഇവിടെ 23,400 അടുത്തൊരു സപ്പോർട്ട് കാണുന്നുണ്ട്. ഈ ഒരു ലെവലിൽ സപ്പോർട്ട് ഉണ്ട്. അതിൻ്റെ ഒരു താഴെ 23,000 സപ്പോർട്ട് ഉണ്ട്. ഈ രണ്ട് സപ്പോർട്ടുകളുണ്ട്. ഈ രണ്ട് സപ്പോർട്ടുകൾ നിലനിർത്തി മുകളിലേക്ക് ബൗൺസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാലാണ്, അതായത് അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് റെസിസ്റ്റൻസ് ലെവലുകൾ അപ്ഡേറ്റ് ചെയ്യാം. ഒരു ദിവസത്തെ ഓരോ ദിവസത്തെ ഒരു ക്ലോസിംഗ് അതൊക്കെ അനുസരിച്ചാണ് റെസിസ്റ്റൻസ് ലെവലൊക്കെ ഫോം ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഫിൻ നിഫ്റ്റിയുടെ ഒരു സിറ്റുവേഷൻ വരുന്നത്. ഇപ്പോൾ നിഫ്റ്റിയുടെ ഒരു സിറ്റുവേഷൻ ആയാലും നമ്മളത് സൂചിപ്പിച്ചിരുന്നു. ഈ ഒരു ലെവലാണ് സ്ട്രോങ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് ഏരിയ വരുന്നത്. ഈ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയയിൽ നിലനിൽക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അഗ്രസീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യരുത്. ബൈർ ഓപ്പർച്യൂണിറ്റി ആയാലും റൈറ്റ് ബൈർ ഓപ്പർച്യൂണിറ്റി ഇൻട്രാഡേ ട്രെൻഡിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം യൂട്ടിലൈസ് ചെയ്യുക. 1-2 ദിവസം ഈ ഒരു ലെവലിൽ ഹോൾഡ് ചെയ്തതിന് ശേഷം ലഭിക്കുന്ന ഒരു ബൈർ ഓപ്പർച്യൂണിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയ അത് വർക്ക് ചെയ്യും. എപ്പോഴും സപ്പോർട്ടിൽ 1-2 ദിവസം ഹോൾഡ് ചെയ്തതിന് ശേഷം പിന്നീട് ലഭിക്കുന്ന ബൈർ ഓപ്പർച്യൂണിറ്റി നല്ലൊരു മൊമെന്റം കിട്ടും. പ്രത്യേകം ശ്രദ്ധിക്കുക, നിഫ്റ്റിയിലും സപ്പോർട്ട് 24,800 അല്ല ആക്ച്വൽ സപ്പോർട്ട്, 24,800 താഴെയാണ് സപ്പോർട്ട് വരിക. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ലെവലിന്റെ താഴെ വന്നാലും ചിലപ്പോൾ ഒരു ബൗൺസ് ചെയ്യും. അപ്പൊ അതുകൊണ്ടാണ് ക്ലോസിംഗ് ലെവലില് സപ്പോർട്ട് നിലനിർത്തണം എന്ന് പറയുന്നത്. ഇൻട്രാഡേ ലെവലിൽ അതിന്റെ താഴെ വന്നാലും ചിലപ്പോൾ ഒരു ബൗൺസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ ഒരു താഴെ വലിയൊരു വീക്ക്നെസ് എന്ന് പറയുന്ന രീതിയിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റിയും യൂട്ടിലൈസ് ചെയ്യരുത്. ഈ ഒരു ലെവല് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ആണ്. എപ്പോഴും നല്ല ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി എപ്പോഴും നല്ല റൈറ്റ് ട്രെൻഡ് റിവേഴ്സൽ ഏരിയയിൽ നിന്നായിരിക്കണം യൂട്ടിലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് വരും ദിവസങ്ങളിലെ ട്രെൻഡ് നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം, ഒരു ദിവസത്തെ മാർക്കറ്റിന്റെ മൊമെന്റം എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഇൻ കേസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 25,115 തൊട്ട് താഴെയാണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. 25,010, 24,900 സപ്പോർട്ടാണ് വരുന്നത്. സോറി, ഈ ഒരു ലെവല് 24,900, 24,940 സപ്പോർട്ട് റേഞ്ച് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന പ്രത്യേകം ശ്രദ്ധിക്കുക, ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് 24,900 940 മുകളിലേക്ക് ഒരു ക്യാനിൽ സസ്റ്റെയിൻ ചെയ്ത 24,900 സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തുകൊണ്ട് ബൈർ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ ഇവിടെ തൊട്ടടുത്ത് റെസിസ്റ്റൻസ് കാണുന്നുണ്ട്, 27,010 റെസിസ്റ്റൻസ് ആണ്. അതിന്റെ ഒരു മുകളിൽ 25,115 ആണ് റെസിസ്റ്റൻസ് വരുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് 24,900 ഒരു താഴെയാണെങ്കിൽ ചെറിയ ടൈമിലെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. 24,825 സപ്പോർട്ട്, 795 സപ്പോർട്ട്, 750 സപ്പോർട്ട്. 750 താഴത്തെ ലെവലിലേക്കുള്ള സപ്പോർട്ടുകൾ നമുക്കിപ്പോ നൽകാനായിട്ട് സാധിക്കില്ല. ഇപ്പൊ നൽകി അത് വർക്ക് ചെയ്യില്ല. കാരണം നിഫ്റ്റി ഒരു ലെവൽ ഹോൾഡ് ചെയ്യോ ഇതിന്റെ താഴത്തേക്ക് ക്ലോസിംഗ് ലെവൽ നിലനിർത്തുമോ എന്ന അടിസ്ഥാനമാക്കിയായിരിക്കും നമുക്ക് ഇവിടുന്ന് ട്രെൻഡ് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ലെവൽ വരെയാണ് നമുക്ക് ഒരു സപ്പോർട്ടുകൾ നൽകാനുള്ളൂ. അപ്പോൾ ഇതിനൊരു താഴെ നിലനിൽക്കുകയാണെങ്കിൽ ഷോർട്ട് സെൽ എന്ന് പറയുന്ന രീതിയിലാണ്. പക്ഷെ തിരിച്ച് കയറി കഴിഞ്ഞാൽ ഈ ഒരു ലെവലൊക്കെ തിരിച്ച് അടുത്ത റെസിസ്റ്റൻസിന്റെ മുകളിലേക്ക് 795 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈ ആണ്, ബൈയുടെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. ഈ ഒരു ലെവൽ ഇങ്ങനെ വേണം മാനേജ് ചെയ്യാനായിട്ട്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ്, സപ്പോർട്ടിലാണെങ്കിൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 825 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ ബൈയുടെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഷോർട്ട് കവറിങ് കിട്ടും 24,900 അടുത്ത റെസിസ്റ്റൻസ് വരെ, അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്ക് 24,940 റെസിസ്റ്റൻസിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്, റെസിസ്റ്റൻസിന്റെ മുകളിലാണ്, 25,010 ഒരു മുകളിലാണ്. ബൈർ ഓപ്പർച്യൂണിറ്റി കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം, ചെറിയ ടൈമിലേക്ക് കിട്ടിയ യൂട്ടിലൈസ് ചെയ്യാം. 100 പോയിന്റ് ആണ് റെസിസ്റ്റൻസ് വരുന്നത്.
പക്ഷെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി പ്രത്യേകം ശ്രദ്ധിക്കുക. 25,010 ഒരു താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാതെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യരുത്. ഇപ്പോഴത്തെ ഒരു കറന്റ് ഒരു സിറ്റുവേഷൻ അടുത്ത സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ലെവലിന്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നത് വരെ സെൽ ഓൺ പ്രൈസ് സ്ട്രാറ്റജിയാണ് യൂട്ടിലൈസ് ചെയ്യേണ്ടത്. ഹൈ കിട്ടിയാൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ലെവലില് 24,800 അടുത്തും 750 അടുത്തും ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി അഗ്രസീവായിട്ട് യൂട്ടിലൈസ് ചെയ്യരുത്. ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസിന് സാധ്യതയുണ്ട്. നിഫ്റ്റിയിൽ ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. നമുക്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. ലോവർ ലെവല് നമ്മൾ പറഞ്ഞിരിക്കുന്ന 50,400 ഈ ഒരു ലെവൽ എത്തുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു ലെവലിൽ നിന്ന് ചിലപ്പോൾ ഒരു ബൗൺസ് ചെയ്യാനുള്ള ഒരു സാധ്യതയുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഈ ലെവലിന്റെ താഴെ സപ്പോർട്ട് റെസിസ്റ്റൻസ് അപ്ഡേറ്റ് ചെയ്യില്ല. അതിന്റെ താഴത്തേക്ക് ഒരു ക്ലോസിംഗ് ലെവൽ നിലനിർത്തിയാൽ, അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ബൈയിൽ ഒരു ക്യാൻഡിൽ ഫോം ചെയ്താൽ മാത്രമാണ് ആ ഒരു സപ്പോർട്ട് ലെവലുകൾ വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ ഈ ലെവൽ ഇൻ കേസ് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന്റെ താഴെ വന്നാൽ അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം എന്ന് പറയുന്ന രീതിയിലായിരിക്കും എപ്പോഴും പ്ലാൻ ചെയ്യേണ്ടത്, എപ്പോഴും ട്രേഡ് ചെയ്യേണ്ടത്. ഓപ്പൺസ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഈ 51,650 മുകളിലാണെങ്കിൽ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാം. ചെറിയ ടൈം ഫ്രെയിലോ വലിയ ടൈം ഫ്രെയിലോ കിട്ടിക്കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാം. ഹയർ ലെവല് 52,000 ആണ് പിന്നെ റെസിസ്റ്റൻസ് കാണുന്നത്. 52,000 മുകളിൽ 52,250. ഓപ്പൺ ചെയ്യുന്ന ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് 52,000 താഴെയാണ്. ചെറിയ ടൈം ഫ്രെയിമിലെ ലോ ബ്രേക്ക് ചെയ്താൽ, താഴോട്ട് ബ്രേക്ക് ചെയ്താൽ ഷോർട്ട്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകാവുന്നതാണ്. 51,630 സപ്പോർട്ട്, 51,340 സപ്പോർട്ട്. 340 അടുത്ത് ഷോർട്ട്സിന്റെ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് 51,330 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്ത ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഓപ്പൺ ചെയ്ത ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് 51,330 താഴെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ചെറിയ ടൈമില് ലോ ബ്രേക്ക് ചെയ്ത ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 51,030, 51,950 സപ്പോർട്ട്. അതുപോലെ തന്നെ 51,950 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ 50,680 സപ്പോർട്ട്. 50,300, 400 വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് റേഞ്ച്. അപ്പൊ ഈ ഒരു സപ്പോർട്ട് അനുസരിച്ച് ബാങ്ക് നിഫ്റ്റി മാനേജ് ചെയ്യുക. എക്സൽ ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. പിന്നെ നിഫ്റ്റിയുടെ സിറ്റുവേഷൻ നോക്കാം. ഹയർ ലെവലിലേക്ക് 23,800 റെസിസ്റ്റൻസ്, 23,800 താഴെയുള്ള ഒരു ഓപ്പണിംഗ്, ചെറിയ ടൈമിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 23,800 മുകളിൽ 23,945 റെസിസ്റ്റൻസ് ആണ്. അപ്പൊ ഈ ഒരു ലെവലിന്റെ മുകളിൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്താലും ഇത് രണ്ട് റേഞ്ച് ക്വിക്ക് ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് നടത്താൻ ശ്രദ്ധിക്കുക. 23,800 ബ്രേക്ക് ചെയ്താൽ വീക്ക്നെസ് ആണ്. ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 23,940 മുകളിലാണ്. സഡൻ ആയിട്ടൊരു ഫാൾ വന്നിട്ടുണ്ടെങ്കിൽ 23,800 താഴത്തേക്ക് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യാതെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്ത് ഇതിന്റെ താഴെ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ തന്നെ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു സപ്പോർട്ട് വരുന്നത് 23,575, 23,500 എന്ന് പറയുന്ന റേഞ്ച് ആണ്. 23,500 താഴെ നിലനിർത്തലാണ് പിന്നെ കൂടുതൽ വീക്ക്നെസ് വരുന്നത്. അതുപോലെ ഓപ്പൺ ചെയ്യുന്ന 23,500 തൊട്ട് താഴെയാണ്. ചെറിയ ടൈമിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടി കഴിഞ്ഞാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ആയാലും 23,300 ഒരു ലെവൽ കുറച്ച് സ്ട്രോങ് സപ്പോർട്ട് ലെവലുകളാണ്. 23,200 ലെവല്. അപ്പൊ ഇതിന്റെ ഒരു താഴെ സപ്പോർട്ട് ലെവലുകൾ നൽകുന്നില്ല. കാരണം ഇതിന്റെ താഴത്തേക്ക് ഒരു ക്ലോസിംഗ് ലെവല് നിലനിർത്താതെ വേറെ സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ കൃത്യമായിട്ട് വർക്ക് ചെയ്യില്ല. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ഇത്തരം സപ്പോർട്ട് റെസിസ്റ്റൻസ് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റ് വലിയ ദിവസമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റ് വീണ്ടും കാണാം. താങ്ക് യു.